Hello everyone, welcome back to my channel. Hope you are acting good and great. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പെട്ടെന്നൊരു ഷവർമ തിന്നാനുള്ള പൂതി വന്നപ്പോഴേക്കും വീട്ടിൽ അടിപൊളിയായിട്ട് എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷവർമ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴേക്കും എനിക്ക് കണ്ടതെല്ലാം ക്യാരറ്റും കേബേജും ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് എങ്ങനെയാണ് മിൽക്ക് കൊണ്ട് മയോണീസ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 10 സെക്കൻഡ് അടിച്ചതിന് ശേഷം 2 ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കണം. പിഞ്ച് പഞ്ചാര ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 10 സെക്കൻഡ് വീതം 4 പ്രാവശ്യം ജ്യൂസിൽ അടിക്കണം. അപ്പോൾ നമ്മളുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കണം, എന്നിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ 2 ടൊമാറ്റോയും 3 സവാളയും അരിഞ്ഞതാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്തിട്ട് കുറച്ച് സമയം മാത്രം വെച്ചാൽ മതി. അപ്പോൾ തന്നെ ചെറിയ കുക്കാകുമ്പോൾ തന്നെ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യണം. പിന്നെ അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല കുക്കാവാൻ വേണ്ടി പാടില്ല. അപ്പോൾ നിങ്ങൾ അത് സൂക്ഷിക്കുക. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ ടൊമാറ്റോ വേവിച്ചിട്ട് ജ്യൂസിലൊന്ന് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ചൂടായ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പഞ്ചസാര, എന്നിട്ട് നല്ല പോലെ കൂടി മിക്സ് ചെയ്യണം. അത് കുറുകി വറ്റി വരുമ്പോഴാണ് നമ്മളുടെ സോസ് റെഡിയാവുക. വേണമെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നല്ലപോലെ കുറുകി വരുമ്പോൾ റെഡി ആയിക്കണം. അപ്പോൾ ഞാനെല്ലാം ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ, മയോണൈസ്, കെച്ചപ്പ്, മസാല ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള. അപ്പോൾ ആദ്യം തന്നെ ആ പാത്രത്തിലേക്ക് മസാല ഇട്ടിട്ടുള്ള പാത്രത്തിലേക്ക് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള മയോണൈസും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് പാലെടുത്തുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യത്തിലേറെ മയോണൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്യണം അത്. അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള കെച്ചപ്പിലേക്ക് കുറച്ച് മയോണൈസ് ചേർത്തിട്ട് മിക്സ് ചെയ്യണം. ഇത് നമുക്ക് കുബൂസിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ളതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാക്കറ്റ് കുബൂസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ളതും യൂസ് ചെയ്യാം. ഇപ്പോൾ ഷവർമ ഫോൾഡ് ചെയ്യാൻ വേണ്ടി ബട്ടർ ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ പേപ്പറും യൂസ് ചെയ്യാം. ഇപ്പോൾ കുബൂസിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ മസാല ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ചെറിയ കുബൂസ് ആയതുകൊണ്ട് തന്നെ കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളത് വലിയതാണെങ്കിൽ അധികം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മസാല. ഇപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഫോൾഡ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റേതായ രീതിയിലാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഷവർമാൻ്റെ ഫില്ലിംഗ് അല്ലെങ്കിൽ
എനിക്ക് ഒരു